ഏട്ടാ ഉം. ഒരു കാര്യം പറയാൻ വിളിച്ചാ. എന്താടി? ഇന്ന് നമ്മള് പോയില്ലേ, ആ ഞാനും ഓനും. ആ ആ ഞാൻ പിന്നെ തിരക്കായിട്ട് പിന്നെ ഏട്ടനെ വിളിക്കാൻ. ആ പറഞ്ഞു. ഇന്ന് കുറെ കാര്യം ഉണ്ടായി. എന്ത്? നമ്മൾ വിചാരിച്ചതുപോലെയൊന്നല്ല. ഞാൻ എന്ത്? ആ ഓനിന്ന് കുറേ കാര്യം പറഞ്ഞാന്ന്. എന്ത് എന്തോ കാര്യം? ഞാൻ ഇതുവരെ വിചാരിച്ചത് ഞാനെല്ലാം ഇങ്ങനെ അനക്കെല്ലാം അറിയാന്നുള്ള രീതിയിലല്ലേ. ആ ആ അല്ല, അപ്പം എനിക്ക് വ്യക്തമായില്ല. എന്തറിയാ? ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനക്ക് ഓക്കെ, എനക്കെല്ലാം അറിയാം. കാരണം ആ ആ ആ മനസ്സിലായി. ആ എല്ലാം അറിയാന്നുള്ള രീതിയിലല്ലേ. ആ പക്ഷെങ്കിൽ ഇന്ന് ഓനിങ്ങനെ പറഞ്ഞ്, ഓൻ ഇന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാന്ന്. കുറേ ഇങ്ങനെയൊന്നല്ല, ഇനി ചെയ്യുന്നത് പോലെ ഒന്നല്ല കാര്യങ്ങൾ. എനിക്ക് കുറേ ഉം, കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാണ്ടുണ്ട്. ഉം, ഞാൻ പിന്നെ ആദ്യം ഫസ്റ്റ് ടൈം ഒന്നും പറയാനിട്ടാന്ന്. ഉം. പിന്നെ പിന്നെ പറയാന്ന് വിചാരിച്ച്. പിന്നെ കുറേ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നു, ഇങ്ങനെയാ ഉം. ചെയ്യേണ്ടത്. അങ്ങനെ അല്ല, അപ്പൊ അവർക്കൊന്നു അപ്പൊ നമ്മള് ചെയ്യുന്നതിൽ എന്താ മിസ്റ്റേക്ക്? എന്താ? അപ്പൊ അങ്ങനെ മിസ്റ്റേക്ക് എന്നല്ല, നമ്മൾ ചെയ്യുന്നതൊന്നും അല്ല. അല്ല, നിനക്ക് ഞാനൊരു അങ്ങനെയാണ് കാര്യം മനസ്സിലായേ. ചോദിക്കട്ടെ. ഞാൻ ആ നമ്മള് ഇതാകുമ്പോ എന്താ പറയാ, നിനക്ക് ഓക്കെ ഉം. ആയിരുന്നു? ആ എനിക്ക് ആ സമയത്ത് എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം ഏട്ടൻ്റെ അടുക്കുന്നാന്ന് എനിക്ക് കിട്ടുന്നത്. അപ്പൊ എനിക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട് അധികം. പക്ഷെ ഇവന്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ ഏട്ടൻ എന്താണോ തന്ന അതേ സാധനം ഞാൻ അവന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവൻ ആദ്യം എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയില്ല ഏട്ടൻ്റെ അടുത്ത്, എനിക്ക് വേണ്ടുന്നതും അതിനപ്പുറവും അവൻ എനിക്ക് തരുന്നുണ്ട്, ഞാനത് ആസ്വദിക്കുന്നുണ്ട് എന്ന്. പക്ഷെ ആ അവൻ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് അവനത് തിരിച്ചങ്ങനെ കിട്ടാറില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് എന്താണോ ചെയ്യുന്നത് അതല്ലേ ഇനി ചെയ്യുള്ളൂ. അപ്പൊ എനിക്ക് അധികം ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ പതിയെ പതിയെ പറഞ്ഞുതരാന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇത്രയും ക്ലോസ് ആയ സ്ഥിതിക്ക് അതാ ഇപ്പം പറഞ്ഞിരുന്നത്. ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ കാണിച്ചാന്ന്. ഞാനിപ്പോ എനിക്കറിയുന്ന കാര്യമില്ല എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്ത ഒന്നും അല്ല ഏട്ടാ. ഒന്നുമില്ല, ഒന്നും തുടക്കം മാത്രം തോന്നുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. സത്യമായിട്ടും അല്ല, എന്തോ എനിക്ക് ഞാനത് ഞാൻ ഇപ്പൊ ഇതിനെപ്പറ്റി കോഴ്സ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് തോന്നുന്നതല്ലേ നമ്മൾ ചെയ്യാ. അങ്ങനെ എന്താ അവനെന്താ കോഴ്സ് എടുത്തിട്ട് വരുന്നയാ. അവൻ കുറേ കാര്യങ്ങൾ കാണിച്ചന്ന് ഫോണിലല്ലോ അവനോട് അയച്ചുതരാന്ന് പറഞ്ഞ്. അവൻ പറഞ്ഞു ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മടുക്കാത്ത അത്രയും അത്രയും സന്തോഷവും ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളും പലതരത്തിൽ നല്ല എന്തോ എനിക്ക് ഇതുവരെയുള്ളതൊന്നും ആയിട്ട് തോന്നുന്നില്ല. അവനിന്ന് പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് ചോദിച്ച്, എൻ്റെ ഭർത്താവ് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ, നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ചെയ്യല്, ഇങ്ങനൊന്നും ചെയ്യലില്ലേ, അവരൊന്ന് കാണിച്ചു തന്നിട്ട് ചോദിച്ചു ഇങ്ങനൊന്നും ചെയ്യലില്ലേ, അങ്ങനെയെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ചെയ്യലില്ല. അതിൻ്റെ ഏട്ടനൊന്നും പറഞ്ഞു തരത്തില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ഏട്ടന് ഞാനും ഇങ്ങനെ തന്നെ ചെയ്യല്, അങ്ങനെയെല്ലാം പറഞ്ഞു. നമുക്ക് ഇപ്പോഴും രണ്ടാളും കൂടി എന്നെയാണല്ലോ. എന്ത്? ഒന്നുമില്ല. അല്ല ഏട്ടാ, അങ്ങനെയല്ല, ഏട്ടനെ കുറ്റം പറഞ്ഞല്ല എനിക്കിപ്പോ അല്ല, ഞാൻ. സംഭവം ഓക്കെ. അല്ല അല്ല, ഏട്ടനെ കുറ്റം എനിക്ക് പറഞ്ഞതല്ല ഞാനൊരു കാര്യം ആ ചോദിക്കട്ടെ. ഉം. നിനക്കപ്പോ ഇപ്പൊ ഏതാ ബെറ്റർ ആയിട്ട് വന്നേ? നമ്മളതാണോ അതിപ്പോ അതോ? നമ്മൾ അതിപ്പോ കൂടുതൽ നമ്മൾ ആസ്വദിക്കുന്നതായിരിക്കുമല്ലോ നമുക്ക് പിന്നെയും പിന്നെയും ഒരിത് ഉണ്ടാവുക. അത് അതിപ്പോ ആസ്വാദനാന്നല്ല അടുത്ത എന്തിനും അതെ. അല്ല അടുത്തിപ്പോ ഇപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാലോ. അടുത്തതിന് ഏട്ടൻ വന്നു കഴിഞ്ഞാല് ഞാനത് ഏട്ടന് പറഞ്ഞു തരും. അപ്പൊ കുറച്ചും കൂടി ഒരു എന്തായാലും എനിക്ക് തോന്നുന്നു നീ ഇതിന് കുറച്ചും ഏട്ടന് കൂടി പറഞ്ഞിട്ടൊന്നും വേണ്ട, ഇൻട്രസ്റ്റ്. കാരണം ഏട്ടന് ഇത്ര നാളുള്ളത് മതി. അങ്ങനെയല്ല ഏട്ടാ, നമ്മൾ അങ്ങനെയല്ലേ ഓരോന്ന് മനസ്സിലാക്കുക. ഇതിപ്പോ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഞാനൊന്നും അറിയില്ല. നമ്മൾ ഈ ഒരു ജീവിതം നമ്മൾ ഒന്നും അറിയാണ്ട് ഒന്നും അപ്പോ മനസ്സിലാക്കാണ്ടിരിക്കൂലേ ആ, വെറുതെ. അപ്പൊ ഞാനും ഇതേപോലെ കുറച്ച് പഠിക്കാനുണ്ടല്ലേ. ആ അതിനെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് അപ്പൊ പറഞ്ഞേ, ഞാനും ഇതേപോലെ ഒന്ന് നമ്മളെല്ലാം പോയി എൻജോയ് ചെയ്യണം. നോക്കണല്ലേ. അല്ല, ഞാനും ഇതേപോലെ പോയാലേ എനിക്ക് അവര് പഠിപ്പിച്ചു തരുള്ളൂ നിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന്.
അതെന്തോ ഏട്ടനെ എന്നെ ഇതാക്കി പറഞ്ഞാലോ. അല്ലല്ല, ഞാനൊന്നും ആക്കിയതല്ല. അല്ല, ഇപ്പോ എനിക്കിപ്പോ ഒന്നും അറിയാത്തോണ്ടാന്നല്ലോ എനിക്ക് ഒന്നും അങ്ങോട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം. ഇപ്പൊ ഞാനും ഇതേപോലെ നീ ഇപ്പോഴും ഒരു ഇതിന് പോയപ്പോഴല്ലേ എനിക്ക് ഓരോന്ന് പഠിച്ചു വരുന്നേ. അപ്പൊ ഞാനും ഇതേപോലെ എന്തെങ്കിലും വല്ല കോഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അല്ല, ഇതെന്താ ഞാനൊരു കോഴ്സിന് പോയത്? അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഞാനും ഒരു ഇതേപോലെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനിക്ക് ഒന്ന് പഠിപ്പിച്ചു തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരൊപ്പം പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ നിനക്കും ഓക്കെ, നീ എനിക്കും അത് പറഞ്ഞു തന്ന് ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിനക്കും പറഞ്ഞുതരാം. ആദ്യമൊന്നും ഇവൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പിന്നെ നമ്മൾ അത്രയും ക്ലോസ് ആയില്ലേ, ഞാൻ പറയില്ലേ. അപ്പൊ അത്രയും ക്ലോസ് ആയപ്പോ ഉം. എനിക്ക് കുറച്ചും കൂടി ആ, അവന് മനസ്സിലായിട്ടുണ്ടാവും എനിക്കൊന്നും അറിയില്ല. അപ്പം കുറച്ചും കൂടി ഒന്ന് പിന്നെ മനസ്സിലായി കാണും. ഹാപ്പി കാരണം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഞാന് എന്നെ ഒന്നിനും ഞാനൊരു കോന്തനാന്ന് അങ്ങനെയൊന്നുമല്ല. അവൻ നല്ലൊരു സ്വഭാവമാണ്, നല്ലൊരു ക്യാരക്ടറാണ്. അങ്ങനെ ആയിട്ട് വിചാരിക്കുന്ന പോലത്തെ ഒരു പയ്യനൊന്നും അല്ല. നല്ലൊരു ചെക്കനാ. ഉം. നല്ല രീതിക്ക് തന്നെ എനിക്കെന്തോ നല്ല ഓക്കെ ആയി തോന്നി അവനാ. ഇത്രയും അല്ലെങ്കിൽ ഏട്ടനെ ഒന്ന് വലുതായിട്ടുള്ള ആലോചിച്ച് നോക്ക്. എനിക്കൊന്നിനും പറ്റുന്നില്ല അല്ലേ? ചെറിയ അല്ല ഏട്ടാ, പയ്യനെല്ലാം പറ്റും. ഉം. അങ്ങനെയല്ല. ഇപ്പൊ ഇങ്ങനെ ഉള്ള ആൾക്കാരല്ലോ ജസ്റ്റ് ചെയ്യുക പോവുക, അങ്ങനെ ഒരു ഇതല്ലേ ഉണ്ടാവുക അവർ തമ്മിൽ. അതെ പക്ഷെ അതെ. ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും നമ്മളെ ഉം. എന്നെ ഭയങ്കര കെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടത് എന്തെല്ലാം മനസ്സിലാക്കുന്നു, എന്നെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. അതെല്ലാം എൻ്റെ ഒരു ഭാഗ്യമില്ലേ, അങ്ങനെ ഒരു ഇത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഉം. അതെ. അതിൽ എനിക്ക് എന്തോ ഒരു നല്ലൊരിത് തോന്നി. എന്തോ പിന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിരുന്നത് തെറ്റൊന്നും അല്ലല്ലോ. നല്ല ഇത് തന്നെയല്ലേ. തെറ്റൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞ ഞാനും ചെയ്യുമ്പോ ഉം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഏട്ടനെ ഞാൻ പഠിക്കണം. ഒരിക്കലും കുറ്റം പറയില്ല. ഏട്ടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെറിയ പയ്യെ, മറ്റുള്ള കാര്യങ്ങൾ ഭാരങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ ഏട്ടൻ അതുപോലെയല്ല. ഏട്ടന് ഫാമിലിയിലെ കാര്യങ്ങൾ നോക്കണോ അല്ലേ ഇല്ല. അപ്പൊ ഇതൊന്നും ഇതിനുള്ളൊരു ടൈം കണ്ടിട്ടുണ്ടാവില്ല. ഏട്ടൻ ചെറുപ്പത്തിലെ ഫാമിലി നോക്കുക ആ ഒരു ടൈമിൽ ഇതൊന്നും അതെ. ആർക്കെല്ലാം ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ ഏട്ടനെ ഒരിക്കലും കുറ്റപ്പെടുത്തൊന്നുമില്ല. അത് ഞാൻ പണ്ട് മുതലേ ഫാമിലിക്ക് വേണ്ടി ഫാമിലി നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അതെ, അതെനിക്ക് അതുകൊണ്ട് മനസ്സിലാവും. ഞാനൊരു കല്യാണം കഴിച്ച് എനിക്ക് പെണ്ണിനെ നോക്കാൻ പറ്റുന്നില്ല. പകരം അവളെ നോക്കാൻ വേറൊരാളെ ഞാൻ ഏർപ്പെടുത്തി. അത് ഏട്ടൻ്റെ നല്ലൊരു മനസ്സിൽ അവളെ ആ ഒരു പെണ്ണിന്റെ ഇതും കൂടി മനസ്സിലാക്കാൻ ഉം. പറ്റിയൊരു ആ ഏട്ടനെ ഒരിക്കലും കുറ്റം പറയില്ല. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഏട്ടനെ വിളിച്ച് പറയുന്നത്. ഇങ്ങനെ എനിക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുമ്പോൾ ഞാൻ ഏട്ടനിലേക്കും കൂടി ഷെയർ ആ, ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം വിളിക്കുന്നത്. അതെ. എന്നിട്ട് ടോട്ടൽ ഇന്ന് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? പഠിച്ചോ നീ കാര്യങ്ങളെല്ലാം? ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞാന്ന്. പിന്നെ നമ്മൾ എപ്പോഴും ഉള്ള പോലെയല്ല, ഇന്ന് നമ്മൾ കുറേ നേരം ടി വി കണ്ട്. ടി വിയിലുള്ള ഒരു ഫുൾ സെറ്റപ്പുള്ള ഒരു സ്ഥലത്തേനും ഉം. കുറേ ടൈം ടി വി കണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ഇങ്ങനെ പിന്നെ ടി വി ഓഫ് ആക്കിയിട്ടുണ്ട്. പറഞ്ഞ് എൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങൾ പറ, ഏത് സ്കൂളിലാണ് പഠിച്ചത്, 10ാം ക്ലാസ്, +2, ഡിഗ്രി എല്ലാം ചോദിച്ച്. ഉം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കല്യാണം എങ്ങനെയായിരുന്നു, എങ്ങനെ കഴിഞ്ഞത്, അങ്ങനെയെല്ലാം ചോദിച്ച്. ഉം. പിന്നെ ഭർത്താവ് എപ്പോഴാണ് പോയത്, ഗൾഫിലെ, പിന്നെ വീട്ടിൽ പോകാറില്ലേ, അങ്ങനെല്ലാം ചോദിച്ച്. പിന്നെ അച്ഛനെ പറ്റി ചോദിച്ച്. ഏട്ടൻ്റെ അമ്മ മാത്രമാണോ ഉള്ളൂ, അമ്മക്ക് അങ്ങനെ ഇങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ എൻ്റെ അച്ഛനമ്മേനെ പറ്റി ചോദിച്ച്. ഉം. ഉം. പിന്നെ വേറെ എവിടെയെങ്കിലും വീടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വേറെ എവിടെയില്ല, ഇത് തന്നെ. അതിന് വേറെ ഉം. എവിടെയെങ്കിലും വീടുണ്ടോ നോക്കണം. അല്ല, അങ്ങനെയല്ല. അത് ജസ്റ്റ് ഒന്ന് ചോദിച്ചുള്ളൂ. ഒന്നാമത് നമ്മൾ കുറച്ചൊരു ക്യാഷ് ആണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാ. എന്തായാലും അങ്ങനെ ഉണ്ടാവുമല്ലോ വേറെ വേറെ. ഉം. അങ്ങനെയൊന്നുമില്ല. മറ്റേ സാധനത്തിന് പഠിപ്പിച്ചു തന്നു. അതെടുത്ത്. അത് പഠിപ്പിച്ചിന്. അത് ഞാനിന്ന് എടുത്തിന് പോകുമ്പോൾ അത് പറഞ്ഞു തന്ന്. ഉം. പിന്നെ ഏട്ടൻ പഠിക്കണ്ട, ഞാൻ പറഞ്ഞിനി. എന്ത്? ഏട്ടൻ രാത്രി വിളിച്ചപ്പോൾ അതിനെപ്പറ്റി കുറച്ച് പറഞ്ഞു തന്നിന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഓ അങ്ങനെയെല്ലാം പറഞ്ഞിരുത്തുണ്ടോ. ഞാൻ പറഞ്ഞു, പറയാറുണ്ട്. ഉം. പിന്നെ പിന്നെ ഇന്ന് എൻ്റെ കാലിൽ ഇട്ട നെയിൽ പോളിഷ് കളഞ്ഞിട്ട് വേറൊന്നിട്ട്.
വരുമ്പോ വേറെ നെയിൽ പോളിഷും കൊണ്ടാ വന്നെ. നീ അതിട്ട് ഇട്ടോ തന്ന്. അവനിട്ട് തന്നു? അവനിട്ട് തന്ന്. അവൻ നെയിൽ പോളിഷ് ഇടാൻ ഭയങ്കര ഇഷ്ടാവലും. കൈക്കും കാലിനെല്ലാം ഇട്ട്. ഉം. പിന്നെ അങ്ങനെയെല്ലാം തന്നെ. പിന്നെ ഞാൻ അവന്റെ ഫാമിലിനെ പറ്റി ചോദിച്ച്. ഉം. അവനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലി തന്നെയാണ്. നല്ല നല്ലൊരു വൈബ് തന്നെയാണ് ഇന്നുണ്ടായിന്. നല്ല രസമുണ്ടായിന്. പിന്നെ വേറെന്താ പറഞ്ഞവൻ? വേറെ ഇതൊക്കെ തന്നെ ഫാമിലിനെ പറ്റിയിട്ടും പിന്നെ പിന്നെ അങ്ങനെയെല്ലാം ചോദിച്ച്. ഉം. പിന്നെ നിന്റെ എന്നോട് ഇങ്ങനെ ചോദിച്ച്. കാലെന്തായാലും ഇഷ്ടാവും എല്ലായിരിക്കും. അതവനും പറഞ്ഞു. പിന്നെ നമുക്ക് ഇനി ഭാവിനെ പറ്റിയിട്ടുള്ള പ്ലാനിങ് എന്താന്നെല്ലാം ചോദിച്ചു നമ്മളെ രണ്ടാളെയും. എൻ്റെ നിന്റെയാണോ? ഇങ്ങനെ ഒറ്റക്ക് പോയാൽ മതിയോ, നിങ്ങൾക്കൊന്നും അങ്ങനത്തെ പറ്റിയൊരു ചിന്തയൊന്നും ഇല്ലേ എന്നെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോ ഏട്ടൻ കുറച്ച് തിരക്കിലാണെന്നും പറഞ്ഞു. 3 ഇയർ ആയില്ലേ, അങ്ങനെയെല്ലാം ചോദിച്ച്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് അവനോട് നാട്ടില് സൂചിപ്പിക്കാൻ പറഞ്ഞല്ലേ ഞാൻ. പറഞ്ഞ്, പക്ഷെ ഞാൻ അതിനെപ്പറ്റി അത്ര പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ നമ്മൾക്ക് തമ്മിലൊരു വഴക്കും ഇതിലുള്ള ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അവനോട് ആ ഒരു കാര്യത്തിനെ പറ്റി അത്ര ഒരു ഇതായിട്ടില്ല. അത്രയും നല്ല ക്ലോസ് ആയി കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ച്. അപ്പൊ അവൻ ഭയങ്കര കൂളായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നേ, ഇനി പറഞ്ഞാലൊന്നും കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇങ്ങോട്ട് ചോദിച്ചല്ലോ. അങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടനിപ്പോ നാട്ടിൽ വരുമെന്ന് പറഞ്ഞിനി, പിന്നെ പോകൂലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ പോകും. പിന്നെ അന്ന് വരുന്ന സമയത്ത് അതിനെപ്പറ്റി ചിന്തിക്കാന്നാ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ചോദിച്ച് നിന്റെ വീട്ടിൽ പോവാത്ത, അവിടെ ഇരിക്കുമ്പോ എനിക്ക് ബോറടിക്കുന്നില്ലേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ? അപ്പൊ ഞാൻ പറഞ്ഞു ബോറടിക്കാനല്ലേ ഇനി, ഫുൾ ടൈം നിന്റെ അടുത്ത് തന്നെയാണല്ലോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതാ ചോദിച്ചത് വീട്ടിൽ വരട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, വീട്ടിൽ വരണ്ട പറഞ്ഞു. അവന് നിന്നെ ഭയങ്കര ഇഷ്ടല്ലേ? അത് നല്ല ഇഷ്ടം. ഇടയ്ക്കെന്നെ കളിയാക്കാൻ ഇങ്ങനെ ആന്റി ആന്റി എന്ന് വിളിക്കും. അപ്പൊ പറയും, ഞാൻ പറയും എന്നെ ഓർമ്മിപ്പിക്കുന്നതാണോ. ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവനെന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കട്ടെ? വാങ്ങിച്ചു അവനെനിക്ക് കൊടുക്കും. ഇത്രയും വാങ്ങി തന്നില്ലേ ഓരോ സാധനങ്ങള്, ഞാൻ എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണ്ടേ? എന്താ കൊടുക്കും നീ? ഏട്ടൻ പറ. എനിക്കറിയില്ല.